ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ വർഷം ഒരു ആവേശകരമായ വിഷു ക്ലാഷ് റിലീസുകളാണല്ലോ നാം കേരള ബോക്സ് ഓഫീസിലടക്കം കാണാനായിട്ടിരിക്കുന്നത്. ഈ വീഡിയോയിലൂടെ 3 വിഷു റിലീസായിട്ട് എത്തുന്ന സിനിമകളുടെ കേരള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് പുറത്തു വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള കളക്ഷനാണെന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. ആദ്യമേ നെസ്ലൻ നായകനെത്തുന്ന ആലപ്പുഴ ജിംഖാന എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഖാലിദ് റഹ്മാൻ സിനിമയ്ക്ക് 36 ലക്ഷത്തിന് മുകളിൽ പ്രീസെയിൽ കളക്ഷൻ കേരളത്തിൽ വന്നിരിക്കുകയാണ്. അതേസമയം മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന സിനിമയുടെ പ്രീസെയിൽ കഴിഞ്ഞ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. 54 ലക്ഷത്തിലേക്ക് സിനിമയുടെ കേരള പ്രീസെയിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ബസൂക്കയുടെ കേരള ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടത് ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു. അതേസമയം നെസ്ലിൻ പടത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ചത് ഇന്നലെ രാത്രിയോടെയായിരുന്നു. മറ്റന്നാൾ ഏപ്രിൽ 10-ാം തീയതി കേരള മെഗാസ്റ്റാർ വസിസ് പിള്ളേർ പടം ക്ലാഷ് റിലീസാണല്ലോ നാം കാണാനായിട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ബുക്കിംഗിന്റെ കാര്യത്തിൽ ആലപ്പുഴ ജിംഖാന ഒരു മെഗാസ്റ്റാർ പടത്തെ ഞെട്ടിച്ചിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. അവസാന മണിക്കൂറിലെ ബുക്ക് മൈ ഷോ ടിക്കറ്റ് വിൽപ്പന നോക്കുകയാണെങ്കിൽ ബസൂക്കയുടെ അവസാന മണിക്കൂറിലെ ടിക്കറ്റ് വിൽപ്പന ഇനിയും കാണിക്കുന്നില്ല. കഴിഞ്ഞ 24 മണിക്കൂർ ടിക്കറ്റ് വിൽപ്പനയാണ് കാണിക്കുന്നത്. അത് പ്രകാരം 13,000-ൽ പരമാണ് സിനിമയുടെ ടിക്കറ്റ് വിൽപ്പന. അതേസമയം നെസ്ലിൻ പടത്തിന്റെ അവസാന മണിക്കൂർ ടിക്കറ്റ് വിൽപ്പന ഇപ്പോഴും ബുക്ക് മൈ ഷോയിൽ കാണിക്കുന്നുണ്ട്. 1000-ലധികം ടിക്കറ്റുകൾ കഴിഞ്ഞ മണിക്കൂറിൽ സിനിമയുടേതായിട്ട് വിറ്റഴിക്കുന്നുണ്ട്. അപ്പോൾ നെസ്ലിൻ പടത്തിന്റെ പിള്ളേർ പടത്തിന്റെ ഒരു വേറെ ലെവൽ തരംഗമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബസൂക്കയുടെ 3-1 ഇൻട്രസ്റ്റ് പോലും ആലപ്പുഴ ജിംഖാനയ്ക്കില്ല. എന്നിട്ടും 1 ലക്ഷത്തിനടുത്ത് ഇൻട്രസ്റ്റ് ഉള്ള സിനിമയ്ക്ക് ഇൻട്രസ്റ്റ് ടിക്ക് ചെയ്യാൻ മാത്രമേ ആരാധകരുള്ളൂ എന്നൊരു ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. എന്തായാലും കാത്തിരിക്കൂ. 2 സിനിമകളുടെയും അടുത്ത മണിക്കൂറുകളിലെ അടുത്ത ദിവസങ്ങളിലെ ബുക്കിംഗ് കളക്ഷൻ എല്ലാം തന്നെ അറിയാനായിട്ട്. ഗുഡ് ബാഡ് അഗ്ലി അജിത് നായകനെ എത്തുന്ന തമിഴ് സിനിമയാണല്ലോ. മറ്റന്നാൾ ഏപ്രിൽ 10-ാം തീയതി നേരത്തെ പറഞ്ഞ 2 മലയാളം സിനിമകളോടൊപ്പവും സിനിമ കേരളത്തിൽ ക്ലാഷ് റിലീസായിട്ട് എത്തുന്നുണ്ട്. ഇപ്പോഴത്തെ സിനിമയുടെ കേരള പ്രീസെയിൽ പുറത്തു വരുമ്പോൾ നേരത്തെ പറഞ്ഞ 2 സിനിമകളെക്കാൾ 3-1 ഷോ കൗണ്ട് മാത്രം കേരളത്തിലുള്ള സിനിമയ്ക്ക് 15 ലക്ഷം കേരള പ്രീസെയിൽ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഡീസന്റ് തുടക്കമാണ് സിനിമയ്ക്ക് കേരളത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വിഷു നാളിലെ ത്രില്ലർ പോരാട്ടത്തിന്റെ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ.